ഒരു രാഷ്ട്രീയ നേതാവും പറയാൻ മടിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് വി.ഡി. സതീശൻ ആദ്യമേ നടത്തിയത്. അതായത് രാഷ്ട്രീയ വനവാസം. 100 തികച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസമെന്ന സതീശന്റെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനം UDF വിജയത്തിൽ ഒരു നിർണായക ഘടകമായി മാറി. തുടർഭരണം ഉറപ്പിച്ചിരുന്ന ഇടത് കേന്ദ്രങ്ങൾ സതീശൻ വനവാസത്തിനു പോകുന്നത് ട്രോളുകളും മീമുകളുമാക്കി. ദിവസങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്കും ചർച്ചകൾക്കും വിരാമമിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനുണ്ടായ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ വി.ഡി. സതീശനെ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയായി AICC ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി, കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെ, സംസ്ഥാന നേതാക്കൾ, UDF ഘടകകക്ഷികൾ എന്നിവരുമായി നടത്തിയ ദീർഘമായ കൂടിയാലോചനകൾക്ക് ശേഷമാണ് സതീശന് കോൺഗ്രസ് കിരീടം നൽകിയത്. കേരളത്തിൽ UDF വിജയത്തിന് വിജയത്തിന് എത്താൻ പ്രധാന കാരണം വി.ഡി. സതീശൻ തന്നെയാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രവർത്തകരുടെ പ്രിയങ്കരൻ എന്നത് മാത്രമല്ല, എവിടെയും ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് വിജയം നേടിയതിനു ശേഷം മാത്രം, എല്ലാ കാര്യങ്ങളും ഏകോപനം ചെയ്തതിനു ശേഷം മാത്രം തിരികെ വരുന്ന വി.ഡി. സതീശന്റെ തന്ത്രം, അവിടെയാണ് UDFന് ഒരു പുനർജീവൻ വച്ചു തുടങ്ങിയത്. ഏറ്റവും പ്രധാന ഘടകങ്ങൾ വി.ഡി. സതീശനിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസ് 140 സീറ്റിൽ 102 സീറ്റിൽ വൻ വിജയം നേടിയത്. വി.ഡിക്ക് മുഖ്യമന്ത്രി കസേര ലഭിച്ചതിലും ഒരു പ്രധാന ഘടകങ്ങളുണ്ട്. കഴിഞ്ഞ 5 വർഷമായി ഭരണകക്ഷിയായ ഇടതുപക്ഷ സർക്കാരിനെതിരായ UDFന്റെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത് സതീശനാണ്. 2021 മുതൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സഭയ്ക്കകത്തും പുറത്തും പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ആക്രമണങ്ങൾക്ക് അദ്ദേഹം ചുക്കാൻ പിടിച്ചു. 2021 തോൽവിക്ക് ശേഷം കോൺഗ്രസിനെ ഒരു ആക്രമണോത്സാഹ പ്രതിപക്ഷമായി മാറ്റുന്നതിൽ അദ്ദേഹം നിർണായകമായി വിജയിച്ചു. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തതു മുതൽ മുന്നണിയെ ഒരു പാർട്ടിയെ പോലെ ഒറ്റക്കെട്ടായി നയിക്കാനായത് വി.ഡിയുടെ നേട്ടത്തിന്റെ ഒരു പ്രധാനമായി. ടീം UDF എന്ന ടാഗോടെയാണ് അദ്ദേഹം പ്രതിപക്ഷത്തെ നയിച്ചത്. 2021 തെരഞ്ഞെടുപ്പിൽ 21 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാനായത്. 2001 കോൺഗ്രസ് നേടിയതാണ് 63 സീറ്റുകളെന്നും അത് നിലനിർത്തേണ്ടതുണ്ടെന്നും ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് മുന്നേറ്റമുണ്ടാകാൻ കഴിയൂ എന്നാണ് സതീശൻ ഹൈക്കമാൻഡിനെ അറിയിച്ചത്. 21 സിറ്റിംഗ് സീറ്റ് അടക്കം കോൺഗ്രസിന് ജയിക്കാവുന്ന 63 സീറ്റുകളിലെ തന്ത്രങ്ങൾ അന്ന് വി.ഡി. സതീശൻ തയ്യാറാക്കി. 10,000-ൽ താഴെ ഭൂരിപക്ഷത്തിന് കൈവിട്ട സീറ്റുകൾ കണ്ടെത്തി. അവിടെ പ്രത്യേക ശ്രദ്ധ ചെലുത്തി. 2021 41 സീറ്റിൽ കോൺഗ്രസ് തീർന്നുവെന്ന് വിധി എഴുതിയവർക്ക് മുന്നിൽ മെല്ലെ മുന്നണിയെ കൈപിടിച്ച് നടത്തിച്ച് പ്രവർത്തകരുടെ ആത്മവിശ്വാസം തിരികെ പിടിക്കാൻ വി.ഡിക്ക് സാധിച്ചു. തൃക്കാക്കര മുതൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളോടെ വി.ഡി വിജയം സ്വന്തമാക്കി. ഭൂരിപക്ഷം പോലും കൃത്യം പ്രവചിച്ചു. ആദ്യം ഇതെല്ലാം വെറും തള്ളായി കണ്ടവർ പിന്നീട് അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ ശരിയാകുന്നുണ്ടെന്ന് അതിശയിച്ചു പോയി. ഇത്തവണ 100 തികച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസമാണെന്ന് സതീശൻ ആവർത്തിച്ചുള്ള പ്രഖ്യാപനം UDF വിജയത്തിൽ നിർണായകമായ ഒരു ഘടകമായി മാറിയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുകയാണ്. ഒരു രാഷ്ട്രീയ നേതാവും നടത്താൻ മടിക്കുന്ന പ്രഖ്യാപനമാണ് വി.ഡി. സതീശൻ നടത്തിയത്. തുടർഭരണം ഉറപ്പിച്ചിരുന്ന ഇടത് കേന്ദ്രങ്ങൾ സതീശന്റെ വനവാസത്തിന് പോകുന്നുവെന്ന വാക്ക് ട്രോളുകളായും വലിയ ആഘോഷപൂർവ്വം സൈബർ കമ്മിക്കൂട്ടങ്ങൾ ഏറ്റെടുത്തു. പക്ഷേ ഈ പ്രഖ്യാപനം UDF പ്രവർത്തകർക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല, വളരെ വലുതായിരുന്നു. തങ്ങളുടെ നേതാവ് വെറും വാക്ക് പറയില്ല എന്ന് വിശ്വസിച്ച പ്രവർത്തകർ അധികാരം പിടിക്കാൻ അരയും തലയും മുറുക്കി ഇറങ്ങുന്നതാണ് പിന്നെ കണ്ടത്. കേരള രാഷ്ട്രീയത്തിൽ വർഗീയതയ്ക്കെതിരെയുള്ള കർശനമായ നിലപാടുകൾ സതീശന്റെ ഗ്രാഫ് ഓരോ പടിപടിയായി ഉയർത്തി. ജാതിമത സംഘടനകളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും പലപ്പോഴും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു.